ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും മനോഹരമായ മറ്റൊരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകി. ദൈവം ചെയ്ത നന്മകൾക്ക് എപ്പോഴും നന്ദിയും കടപ്പാടുമുള്ളവരായി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ പ്രഭാത ചിന്തയിലേക്ക് നിങ്ങളെല്ലാവരെയും വലിയവനായ കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നമുക്കെടുത്തിരിക്കുന്ന തലക്കെട്ട് തിരുവചനത്തിൻ്റെ മഹത്തായ ചിന്തകൾ മനസ്സിനെ വികസിപ്പിക്കുന്നു എന്നതാണ്. അതിന് ഉപോത്ബലകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആവർത്തന പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വാക്യങ്ങളാണ്. അത് നമ്മോട് നൽകുന്ന സന്ദേശം ഇതാണ്: അവൻ ഈ ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതി എടുക്കണം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം ഇരിക്കുകയും അവൻ്റെ ആയുഷ്കാലം ഒക്കെയും അത് വായിക്കുകയും വേണം എന്നാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കുന്നത്. അപ്പോൾ തിരുവചനത്തിൻ്റെ മഹത്തായ ചിന്തകൾ എങ്ങനെ മനസ്സിനെ വികസിപ്പിക്കുന്നു? നാം ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട്, അനേക മഹത് വ്യക്തികളുടെ ജീവിതത്തിൽ വിശുദ്ധ വേദപുസ്തകം ചെലുത്തിയിട്ടുള്ള സ്വാധീനം വിശ്വാസികളായിട്ടുള്ളവർ മാത്രമല്ല, മതത്തിനപ്പുറമായിട്ട് അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിനപ്പുറമായിട്ട് സ്വതന്ത്രമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് അനേകരുടെ ജീവചരിത്രം പഠിക്കുമ്പോഴും അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ നന്മയിലേക്ക് നയിക്കുവാനും മനുഷ്യൻ്റെ മനസ്സിനെ വികസിപ്പിക്കുവാനും അവൻ്റെ ചിന്തകളെ പരിപോഷിപ്പിക്കുവാനും അവൻ്റെ ജീവിത ലക്ഷ്യങ്ങളെ കുറെ സംശുദ്ധമാക്കുവാനും എത്രമാത്രം ദൈവത്തിൻ്റെ വചനം സഹായിക്കുന്നു എന്നും, അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നാം വായിക്കുകയും പഠിക്കുകയും സൂക്ഷിക്കുകയും നമ്മുടെ കരങ്ങളിൽ നാം അതെപ്പോഴും കരുതുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യം ഈ തിരുവചനം നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ദൈവിക ചിന്തയോടും പ്രാർത്ഥനയോടും നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം പഠിക്കുന്ന ഭാഗങ്ങൾ ശരിയായി ഗ്രഹിക്കുവാൻ നമ്മളെ സഹായിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയില്ല. കാരണം ദൈവത്തിൻ്റെ വചനം നൽകിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. അത് യഥാർത്ഥമായിട്ട് വ്യാഖ്യാനിച്ച് നമുക്ക് നൽകുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. അപ്പം അതുകൊണ്ട് തീർച്ചയായും ആ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് നാം വചനം പ്രാർത്ഥനയോടും താഴ്മയോടും എളിമയോടും അതിലെ ദൂത് നമുക്ക് മനസ്സിലാക്കി തരുവാൻ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ദൂത് എന്ത് എന്ന് ഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. മാത്രമല്ല, ഈ ദൈവത്തിൻ്റെ വചനം പലപ്പോഴും നമുക്ക് ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള ഭാഗങ്ങളുണ്ട്, എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ നാം പ്രാർത്ഥനയോട് പഠിക്കുക. നമുക്ക് വെളിപ്പെടേണ്ട ദൂതാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഇല്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ദൈവം എപ്പോഴാണ് നമുക്കത് നൽകുവാൻ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. എന്നാൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൂത് നമുക്ക് പഠിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും നമ്മുടെ ചിന്തകളെ നമുക്ക് കുറച്ചുകൂടി ദിവസങ്ങളിലേക്ക് ഉയർത്തുവാനും നമ്മുടെ പ്രവർത്തനങ്ങളെ അതിനോടൊപ്പം തന്നെ ക്രമീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ അതുകൊണ്ട് നമുക്ക് പരിഹരിക്കുവാനും കുറെ കൂടി ദൈവ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവിക മക്കളായിട്ട് ദൈവപരിജ്ഞാനത്തിൽ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുവാൻ ഈ വചനം നമ്മളെ സഹായിക്കുകയും അത് നമ്മുടെ ചിന്തകളെയും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ മനസ്സിനെയും അത് സ്വാധീനിക്കുകയും നമ്മുടെ ചിന്തകളെ വികസിപ്പിക്കാൻ അത് ഇടയാക്കി തീർക്കുകയും ചെയ്യും എന്ന് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഗം ദൈവത്തിൻ്റെ വചനം കൊണ്ട് തന്നെ നമുക്ക് അത് വിശദമാക്കി തരുന്ന അനേക സന്ദർഭങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവവചനം തന്നെ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ അനുഭവങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. അപ്പം അതുകൊണ്ട് തീർച്ചയായും നാം ദൈവവചനം പഠിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ താഴ്മയോടെ നാം പ്രാർത്ഥിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുമ്പോൾ നാം എന്ത് ചെയ്യണം എന്ന് നമ്മളെ അത് സഹായിക്കുന്നതും നാം പ്രവർത്തിക്കുവാനും ഇച്ഛിക്കുവാനും നമ്മൾ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് വചനം പറയുമ്പോൾ നാം എന്ത് പ്രവർത്തിക്കും
പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് നാം ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ സഹായം നമുക്കുണ്ടാവും. ആ വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു, തീർച്ചയായിട്ടും ആ വചനം പഠിക്കുവാനും അതിലെ ദൂത് ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിപ്പാനും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ അങ്ങനെ ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തീർച്ചയായും നിശ്ചയമേറിയ കർത്തവ്യബോധത്തോടെ നാം അറിവിനെയും നമ്മുടെ സ്വാധീനത്തെയും ഉപയോഗിച്ചുകൊണ്ട് നാം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പാതകളെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ജനനം മുതൽ കാൽവരിലെ മരണം വരെ കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ എന്ത് ചെയ്തു, എന്ത് പ്രവർത്തിച്ചു, അല്ലെ എന്ത് ഉദാഹരണം നമുക്ക് നൽകി, എന്ത് നല്ല മാതൃകൾ നമുക്ക് വെച്ചു, ആ മാതൃകകളും ആ ഉപദേശങ്ങളും ആ ഉദാഹരണങ്ങളൊക്കെയും നാം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആ വചനം പ്രമാണിച്ച് കർത്താവിനെ നാം പിൻപറ്റി കർത്താവിനെ അനുഗമിക്കുന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ദൈവത്തിൻ്റെ പൈതലായി വളരുവാൻ നമുക്ക് ഇടയായിത്തീരും. ആ അവസരങ്ങൾക്കായിട്ട് നമ്മൾ ദിവസത്തിൽ പ്രാർത്ഥിക്കുകയും നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ തിരുവചനത്തിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ മനസ്സിനെയും ഏകരമാക്കുവാനും ആ ചിന്തകൾ കുറേ കൂടി വികസിപ്പിക്കുവാനും നമ്മൾ കുറേ കൂടി ആത്മീയമായിട്ട് ഉയർന്ന നിലവാരത്തിലേക്ക് നമുക്ക് ജീവിപ്പാനും അത്തരത്തിലുള്ള ജീവിത പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകുവാനും അത് ദൈവം നാമമഹത്വത്തിന് ഇടയായിത്തീരുവാനും മറ്റുള്ളവരുടെ സമാധാനത്തിനും മറ്റുള്ളവരുടെ സന്തോഷത്തിനും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ സംസാരങ്ങളും പ്രയോജനപ്പെടുമ്പോഴാണ് നാം യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നത്. അങ്ങനെ ജീവിക്കാൻ തക്കവണ്ണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മുടെ ജീവിത അല്ലെങ്കിൽ ഘട്ടങ്ങളിലും നമ്മുടെ ദൈവത്തിൻ്റെ വിവിധ മേഖലകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിലൂടെ അത് ഗ്രഹിക്കുന്നതിലൂടെ തിരിച്ചറിയുന്നതിലൂടെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിന്ത ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അടങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവേ നല്ല ദൈവമേ, തിരുനാമത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടി അടികൾക്കൊരു അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാനും ഒരു പുതിയ ചിന്തയോടെ ഈ ദിവസം ഇടങ്ങൾക്ക് ആരംഭിക്കുവാനും ദൈവത്തിൻ്റെ വചനപഠനം എത്രമാത്രം അടിങ്ങളുടെ മനസ്സിനെ വികസിപ്പിക്കാൻ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അടിങ്ങളുടെ ചിന്തകളെയും അടിങ്ങളുടെ സ്വഭാവത്തെയും അടിങ്ങളുടെ പ്രവർത്തനങ്ങളെ എത്രമാത്രം അത് സ്വാധീനിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ സ്വാധീനം ഒരു നല്ല അനുഭവം അടിയങ്ങൾക്കും അതുപോലെ അടിയങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കും ജീവിക്കുന്നവർക്കും അനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും അങ്ങനെ ദൈവത്തിൻ്റെ പരിജ്ഞാനം അടിയങ്ങളുടെ ഹൃദയങ്ങളിൽ സംഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ പാതകളെ പിൻപറ്റി ആ മാതകളിൽ ജീവിപ്പാൻ അങ്ങനെ അടിയങ്ങൾ കർത്താവിൻ്റെ പൈതങ്ങളായി ഈ ഭൂമിയിൽ നിലനിൽപ്പാൻ പാപങ്ങളെ വിട്ടൊഴിയുവാൻ കർത്താവെ ദൈവത്തിൻ്റെ വചനം അടിയങ്ങളുടെ ഹൃദയങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് അടിയങ്ങൾക്ക് ദിനംതോറും വളരുവാൻ അടിയങ്ങൾ അവിടുന്ന് സഹായിക്കണം. ഇതിൻ്റെ എല്ലാ മക്കളെയും ഈ വചനം ശ്രവിക്കുന്ന അത് പഠിക്കുന്ന ആ എല്ലാത്തിൻ്റെ മക്കളെയും കർത്താവിൻ്റെ കൃപയിൽ അവിടുന്ന് കാത്തോളം പരിപാലിക്കണം. നന്മകളാൽ അവിടുന്ന് വഴി നടത്തണം പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ എല്ലാ ബലഹീനതയൊക്കെ കർത്താവ് ക്ഷമിക്കണം. മാനമൊത്തം അവിടുന്ന് എടുക്കണം. എല്ലാ അടിയങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു നാം ചോദിക്കുമ്പോൾ കൃപ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ.